ടു സൈലം SSC RRB. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ആണ്. സോ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമിന് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് തിയറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? അതിന് എവിടെ എല്ലായിടത്തും പോയി നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരൊറ്റ വീഡിയോ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ബാച്ചിന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ ഗ്രൂപ്പ് ഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. 2999 ആണ് നമ്മുടെ ബാച്ച് ഫീസ്. നിങ്ങൾക്ക് ബാച്ചുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ എൻക്വയറീസിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിലബസ് തീർക്കാനും അതിനെ തുടർന്ന് കുറേ അധികം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടും. സോ സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഇപ്പൊ കഴിഞ്ഞു പോയത്? 77ാമത് റിപ്പബ്ലിക് ഡേ ആണ് കഴിഞ്ഞു പോയത് അല്ലെ? അപ്പൊ 77ാമത് റിപ്പബ്ലിക് ഡേന്റെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്ന് എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലേ, എന്തിനാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഫക്റ്റീവ് ആയ ഡേറ്റ് ആണ് അല്ലെ? അതായത് 1950 ജനുവരി 26-നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഫക്റ്റീവ് ആയിട്ട് നിലവിൽ വന്നത്. സോ അതിന്റെ കോമെമ്മറൻസ് ആണ്, അതായത് 77ാമത്തെ ആനിവേഴ്സറി ആണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഉർസുല വാണ്ടർ ലെയ്ൻ, അതായത് ഉർസുല വാണ്ടർ ലെയ്ൻ, പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കമ്മീഷൻ, ആന്റോണിയോ കോസ്റ്റ, പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കൗൺസിൽ, ഉർസുല വാണ്ടർ ലെയ്ൻ ആൻഡ് ആന്റോണിയോ കോസ്റ്റ, ഇവർ രണ്ടുപേരുമായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ 77ാമത് റിപ്പബ്ലിക് ഡേന്റെ ചീഫ് ഗസ്റ്റുകൾ എന്ന് പറയുന്നത്. ഉർസുല വാണ്ടർ ലെയ്ൻ, പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കമ്മീഷൻ, ആന്റോണിയോ കോസ്റ്റ, പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കൗൺസിൽ, ഇവർ രണ്ടുപേരുമായിരുന്നു നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ഡേന്റെ ചീഫ് ഗസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേന്റെ തീം എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരുന്നു സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്രാവശ്യത്തെ തീം എന്താ? സ്വതന്ത്രതാക്കാ മന്ത്ര വന്ദേ മാതരം, സ്വതന്ത്രതാക്കാ മന്ത്ര വന്ദേ മാതരം, അതായത് സെലിബ്രേറ്റിംഗ് 150 years ഓഫ് ട്രഡീഷണൽ സോങ് വന്ദേ മാതരം. നമ്മുടെ ട്രഡീഷണൽ സോങ് വന്ദേ മാതരത്തിന്റെ 150ാമത്തെ ആനിവേഴ്സറി ആണ് ഇപ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. 1875 ബങ്കിം ചന്ദ്ര ചാത്തോപാധ്യായ ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? വന്ദേ മാതരം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സമൃദ്ധി കാ മന്ത്ര, രണ്ട് തീം ഉണ്ടായിരുന്നു നമുക്ക്. സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരവും സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത്. സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയൻസ് ആൻഡ് എക്കണോമിക് പ്രോസ്പെരിറ്റിയിലേക്കുള്ള ഇന്ത്യയുടെ ജേർണിയാണ് ആക്ച്വലി ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ കർത്തവ്യപഥ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. രാജ്പഥ് എന്നായിരുന്നു ഇതിനെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? അതായത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതേനെയാണ് രാജ്പഥ് എന്ന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആക്ച്വലി കർത്തവ്യപഥ് എന്നാണ് വിളിക്കുന്നത്. ഈ കർത്തവ്യപഥിലാണ് എന്ത് നടക്കുന്നത്? റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് നടക്കുന്നത്. അപ്പൊ ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി 17 സ്റ്റേറ്റുകളിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുമായിട്ട് 30 ടാബ്ല്യൂസ്, അതായത് 30 tableaus including 17 states and union territories and 13 from ministries and department, ഈ ഒരു കർത്തവ്യ പഥില് മാർച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ തീം എന്ന് പറയുന്നത് 150 years ഓഫ് വന്ദേ മാതരം എന്നുള്ളതാണ്. 150 years ഓഫ് വന്ദേ മാതരം. 30 ടാബ്ല്യൂസ് ആണ് 17 സ്റ്റേറ്റുകളിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുമായിട്ടുണ്ടായിരുന്നത്. പിന്നെ 13 മിനിസ്ട്രീസിൽ നിന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇവന്റില് കുറെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മിലിറ്ററി പ്ലാറ്റ്ഫോംസ് ലൈക്ക് ബ്രഹ്മോസ്, ആകാശ് വെപ്പൺ സിസ്റ്റംസ്, മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ, റോക്കറ്റ് ലോഞ്ചർ ആയിട്ടുള്ള സൂര്യാസ്ത്ര, ഇതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിന്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ
ട്രൈ സർവീസ് ടാബ്ല്യൂ ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഇന്ത്യൻ ആർമി ബാറ്റിൽ അറേ ഫോർമാറ്റിൽ, അത് കൂടാതെ തന്നെ ഇന്ത്യൻ ആർമി ബാറ്റിൽ അരയും കൂടിയും ഇപ്രാവശ്യം ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് ധ്രുവ് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ, രുദ്ര ഇൻ പ്രഹാർ ഫോർമേഷൻ, ഇത്രയും ഫോർമാറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ, രുദ്ര ഇൻ പ്രഹാർ ഫോർമേഷൻ, ഇത്രയും ഇന്ത്യൻ ആർമിയുടെ ബാറ്റിൽ അറയിൽ ഉണ്ടായിരുന്നു. സോ അത് കൂടാതെ തന്നെ ഇന്ത്യൻ നേവി ആൻഡ് എയർഫോഴ്സ് കോണ്ടിൻജന്റ് മാർച്ച് പാസ്റ്റിൽ INS വിക്രാന്ത് ആൻഡ് റാഫേൽ ജെറ്റുകളെ ആയിരുന്നു ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൂടാതെ DRDO എന്തായിരുന്നു ഷോക്കേസ് ചെയ്തത്, ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ ആയിട്ടുള്ള LRASHM-നെയാണ് അവർ DRDO ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കൂടാതെ തന്നെ ഫ്ലൈ പാസ്റ്റ് Y-29 എയർക്രാഫ്റ്റ്, ഫൈറ്റർ ജെറ്റ്, ട്രാൻസ്പോർട്ട് പ്ലെയിൻസ്, അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേസ് ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേയിൽ ഉണ്ടായിരുന്നു. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു അക്ഷിത ധൻകർ unfurls tricolor with president on Republic Day. നമ്മുടെ ദേശീയ പതാക അൺഫേൾ ചെയ്യുന്നതിൽ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ അക്ഷിത ധൻകർ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ടുള്ള അക്ഷിത ധൻകർ ആണ്. ഷീ unfurled national flag alongside with President Draupadi Murmu. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ കൂടെ 77ാമത് റിപ്പബ്ലിക് ഡേയിൽ ഫ്ലാഗ് അൺഫേൾ ചെയ്തിട്ടുള്ളത് ആരാണ്, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ്, ഇന്ത്യൻ എയർഫോഴ്സിലെ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആയിട്ടുള്ള അക്ഷിത ധൻകർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ടാബ്ല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബെസ്റ്റ് ടാബ്ല്യൂ, ബെസ്റ്റ് മാർച്ചിങ് കോണ്ടിൻജന്റ്, ഇതെല്ലാം തന്നെ അല്ലെ. സോ ബെസ്റ്റ് മാർച്ചിങ് കോണ്ടിൻജന്റ് 3 സർവീസസിൽ, ആർമി, നേവി, എയർഫോഴ്സിൽ ബെസ്റ്റ് മാർച്ചിങ് കോണ്ടിൻജന്റ് ആരാണ്, ഇന്ത്യൻ നേവി ആണ്. ബെസ്റ്റ് മാർച്ചിങ് കോണ്ടിൻജന്റ് എമംഗ് CAPF ആൻഡ് അതർ ഓക്സിലറി ഫോഴ്സ് ഡൽഹി പോലീസ് ആണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോ പറയുന്നതെല്ലാം ജഡ്ജസ് ചോയ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ടാബ്ല്യൂ, ടോപ്പ് 3 സ്റ്റേറ്റ് ടാബ്ല്യൂസ് എന്ന് പറയുന്നത് അല്ലെ. മഹാരാഷ്ട്രയാണ് ടോപ്പ് 3 സ്റ്റേറ്റ് ടാബ്ല്യൂ എന്ന് പറയുന്നത്. ഗണേശോത്സവ്, a symbol of ആത്മനിർഭരതയാണ് അവരുടെ ടാബ്ല്യൂ. സെക്കൻഡ്, ജമ്മു ആൻഡ് കാശ്മീർ, ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ഡാൻസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. മൂന്നാമത് കേരള, അതായത് വാട്ടർ മെട്രോ ആൻഡ് 100% ഡിജിറ്റൽ ലിറ്ററസി, ആത്മനിർഭർ കേരള ഫോർ ആത്മനിർഭർ ഭാരത് ആണ് കേരളത്തിന്റെ ടാബ്ല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് മഹാരാഷ്ട്ര, സെക്കൻഡ് ജമ്മു, തേർഡ് കേരള. ഓക്കെ, മഹാരാഷ്ട്രക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഗണേശോത്സവ്. സെക്കൻഡ് ജമ്മു കാശ്മീർ എന്തിനു വേണ്ടിയിട്ടാണ്, ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ഡാൻസ് ആണ്. കേരളത്തിന് എന്താ, വാട്ടർ മെട്രോ ആൻഡ് 100% ഡിജിറ്റൽ ലിറ്ററസി. നെക്സ്റ്റ്, സെൻട്രൽ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള ഏത് മിനിസ്ട്രിക്കാണ് ബെസ്റ്റ് ടാബ്ല്യൂവിന് ലഭിച്ചത്, മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ്. വന്ദേ മാതരം, ദ സോൾ ക്രൈ ഓഫ് നേഷൻ എന്നുള്ളതായിരുന്നു അവരുടെ തീം. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം തന്നെ ജഡ്ജസ് ചോയ്സ് ആണ്. ഇനി ഇന്ത്യൻ സിറ്റിസൺസിന് വോട്ട് ചെയ്തുകൊണ്ടുള്ള പീപ്പിൾ ചോയ്സ് ഉണ്ട് അല്ലെ. അതിൽ ബെസ്റ്റ് മാർച്ചിങ് കോണ്ടിൻജന്റ് ആരാണ്, ആസാം റെജിമെന്റ് ആണ്. പീപ്പിൾ ചോയ്സിൽ CAPF ആൻഡ് അതർ ആക്സിലറി ഫോഴ്സിൽ CRPF ആണ് ബെസ്റ്റ് മാർച്ചിങ് ആയിട്ട് സെലക്ട് ചെയ്തത്. ടാബ്ല്യൂല് ഗുജറാത്തിന്റെ ടാബ്ല്യൂ ആണ്. മന്ത്രാവ് സ്വദേശിയാണ് തീം. സെക്കൻഡ് ഉത്തർപ്രദേശ്, തേർഡ് രാജസ്ഥാൻ ആണ് വന്നിരിക്കുന്നത്. ഏത് മിനിസ്ട്രിയുടെ ആണ് പീപ്പിൾ ചോയ്സിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിയുടെ ടാബ്ല്യൂ ആണ് സെൻട്രൽ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പീപ്പിൾ ചോയ്സിൽ ബെസ്റ്റ് ടാബ്ല്യൂ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഫാക്ട്സ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ, സീ യു.